ഹായ് ദ്രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, കക്കോടി ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കക്കോടി ഫെസ്റ്റിന് പേരിട്ടിരിക്കുന്നത് കോടിമേളം എന്നാണ്. കോടിമേളം എന്ന പേര് ഒരു വെറൈറ്റി തന്നെയാണ്. അത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. ഏപ്രിൽ 26-നാണ് നമ്മുടെ കോടിമേളം കക്കോടി ഫെസ്റ്റ് തുടങ്ങിയിട്ടുള്ളത്. മെയ് 4 വരെ ഈ കക്കോടി ഫെസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് സ്റ്റേജ് പരിപാടികളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം അവർ സ്റ്റേജ് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്റ്റേജാട്ടോ, ഒന്നും പറയാനില്ല. വലിയ സ്റ്റേജാണ്. ഇപ്പം വലിയ വലിയ ഗാനമേളകളൊക്കെ നടത്താനൊക്കെ വേണ്ടിയിട്ട് വലിയ സജ്ജീകരണങ്ങളാണ് അവർ സ്റ്റേജിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പം ഇതിൻ്റെ ഉള്ളോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ സ്റ്റേജ് പ്രോഗ്രാമും മറു സൈഡിലായിട്ട് യന്ത്രൂഞ്ഞാലും പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ റൈഡുകളും ഒക്കെ ഉണ്ട്. കൂടാതെ ഫുഡ് ഫെസ്റ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് പോരാനുള്ള അത്ര കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കക്കോടി എന്ന് പറയുന്ന സ്ഥലം ഇത്ര മനോഹരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രയ്ക്ക് വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ സംഘാടകർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. രാത്രി കാഴ്ച എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഞങ്ങൾ വന്ന സമയത്തൊന്നും സ്റ്റാർട്ടായിട്ടില്ല, എല്ലാവരും എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ ഉള്ള കുട്ടികൾ മാറ്റിയും അമ്മമാരൊക്കെ ആവട്ടെ മാറ്റി ഇറങ്ങുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ടോ. കാരണം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു കൊമ്പൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അവനെയും തപ്പിയുള്ള നടത്താണ് മുന്നോട്ടേക്ക്. റോഡിൻ്റെ 2 സൈഡും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ, കക്കോടി ഫെസ്റ്റിൻ്റെ ഒരു പോസ്റ്ററൊക്കെ വെച്ച് അപ്പുറത്തും അപ്പുറത്തും ഡാൻസിൻ്റെയും കഥകളിൻ്റെയും ഒക്കെ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തപ്പി ഇറങ്ങിയ ആളെ ഞങ്ങൾ കണ്ടു കേട്ടോ. ഇവനാണ് കക്കോടി ഫെസ്റ്റിൻ്റെ താരം. ഇവൻ കക്കോടി ബസാറിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. 3 കൂടിയ റോഡിലാണ് ഇവനെ വെച്ചിട്ടുള്ളത്. എനിക്ക് ഫോട്ടോ കണ്ടപ്പോഴേ തന്നെ നേരിട്ടൊന്ന് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവനെയും തപ്പി ഇവിടേക്ക് വന്നത്. ഇത് നമ്മൾ കക്കോടി ഫെസ്റ്റ് നടക്കുന്നതിൻ്റെ കുറച്ച് മുന്നോട്ടേക്ക് വരണം കേട്ടോ, എന്നാലേ നമുക്ക് ഇവനെ കാണാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള ആനകളെ കൊണ്ടുവരാതെ ഇങ്ങനെ സ്റ്റാച്യു മോഡലുള്ള ആനകളെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാട്ടോ. ജനങ്ങൾക്കും സേഫ് അതാണ്, കാണാനും നമുക്ക്. മറ്റതൊരു പേടിയാണല്ലേ ആന വരുന്ന നേരം. ഒരു രസമൊക്കെയാണ്, പക്ഷെ എന്തായാലും അതെപ്പോഴാണ് ആക്രമിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇത് തന്നെയാണ് സേഫ്. അങ്ങനെ ഞങ്ങൾ അവനെ കണ്ട് മുന്നോട്ടേക്ക് തന്നെ വരിക കേട്ടോ. ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. ശരിക്കും ഇങ്ങനെ ഓരോ ഫെസ്റ്റ് നടക്കുന്നത് നാടിൻ്റെ ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ. ഈ ഫെസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാട്ടോ. കാരണം ഇത് വെറും ആഘോഷം മാത്രമല്ല, ആ നാട്ടിലുള്ള കലാപരമായിട്ടും കായികപരമായിട്ടും എല്ലാ കഴിവുകളും തെളിയിക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണ് ഈ ഫെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പം സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. ഒരു ഡാൻസ് സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അമ്മമാരാട്ടോ കളിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണെന്നറിയോ അവർ ഡാൻസ് ചെയ്യുന്നത്. നമുക്ക് കണ്ടിങ്ങനെ ഇരിക്കാൻ തോന്നും, അത്രയും മനോഹരമായിരുന്നു. ഒരു ഡാൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണുന്ന ആ ഒരു കണ്ണിനുള്ള ആ ഒരു കാഴ്ചയിലുള്ള ആ ഒരു ഭംഗിയായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടാവും കേട്ടോ, ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരം അത് കഴിയുന്നവരെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു തിരിച്ചു പോരുക കേട്ടോ. അപ്പോൾ കക്കോടി ഫെസ്റ്റ് മെയ് 4 വരെയാണ്, മറക്കണ്ട. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ കേട്ടോ.